സ്വാമിജിയെ വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന സുധിയോട് സുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സ്വാമിജി പറയുന്നത് കേട്ട് സുധി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് തൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി താൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതെ പിച്ചയെടുക്കണമെന്നും പിച്ചയെടുത്ത് കിട്ടുന്ന കാശ് ആ ക്ഷേത്രത്തിൽ കാണിക്കയെ സമർപ്പിക്കണമെന്നും സ്വാമിജി പറയുന്നത് കേട്ട് സുധി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് സ്വാമിജിയോട് ദേഷ്യപ്പെടുന്ന സുധിയോട് ഇങ്ങനെ ചെയ്താൽ തൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് താൻ സമ്പന്നനാകുമെന്ന് സ്വാമിജി പറയുന്നു. ശേഷം ആനന്ദിൻ്റെ നിർബന്ധം മൂലം മനസ്സില്ലാ മനസ്സോടെ പിച്ചയെടുക്കാമെന്ന് സുധി സമ്മതിക്കുന്നു. ശേഷം ആനന്ദ് സുധിയെ പിച്ചക്കാരൻ്റെ വേഷം കെട്ടിച്ച് പിച്ചയെടുക്കാനായി ക്ഷേത്ര പരിസരത്ത് മറ്റു പിച്ചക്കാർക്കൊപ്പം കൊണ്ടിരുത്തുന്നു. പിന്നീട് രേവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ശേഷം അവിടെ ഇരിക്കുന്ന ഒരു പിച്ചക്കാരൻ സുധീനെ ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. തുടർന്ന് സുധീനെ വിളിക്കുന്ന ആനന്ദ് സുധി ഭക്ഷണം കഴിക്കുന്ന വിവരം അറിഞ്ഞ് സുധീനെ വഴക്കു പറയുന്നതോടെ ആഹാരം കഴിക്കാതെ സുധി പിച്ചയെടുക്കാനായി പോകുന്നു. ഇതേസമയം ക്ഷേത്രത്തിലെത്തുന്ന രേവതിയെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.